ഈ ലീഗും കോൺഗ്രസും എല്ലാം ഉൾപ്പെടുന്ന ഈ വലതുപക്ഷം കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് നടത്തിയ പങ്ക് നേർക്ക് നേരെ നിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി 1957 മുതൽ ഈ പറഞ്ഞ 2025 നമ്മൾ ഇരിക്കുമ്പോൾ ഈ കേരളം ഇന്ത്യയിൽ ജനജീവിതത്തിൻ്റെ നിലവാരത്തിൽ 1-ാം സ്ഥാനത്താണ്. ആ 1-ാം സ്ഥാനത്ത് എത്തിക്കാൻ കേരളത്തിലെ വലതുപക്ഷം വഹിച്ച പങ്കെന്ത്, കേരളത്തിലെ ഇടതുപക്ഷം വഹിച്ച പങ്കെന്ത്, ഒരു തുറന്ന സംവാദം ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടവേളകളില്ലാതെ തടസ്സപ്പെടുത്താതെ നടത്തട്ടെ. അന്ന് തീരും ഈ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം. പ്രതിരോധകരമായിരുന്നു. ഈ കേരളത്തെ പുറകോട്ട് നയിച്ചിട്ടേ ഉള്ളൂ. ആ പുറകോട്ട് നയിച്ച കേരളത്തെ ഇനിയും നയിക്കാൻ ഞങ്ങൾ കുറേ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫിറോസിനെ പോലെ, അപ്പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കുറേ ആളുകൾ വന്നിരിക്കുകയാണ് പുതിയ നേതൃത്വമായിട്ട്. അവരുടെ തട്ടിപ്പും വെട്ടിപ്പും അവർ നടത്തുന്ന രാഷ്ട്രീയത്തിന് ചേരാത്ത പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെട്ടെ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ചർച്ച ചെയ്യപ്പെട്ടെ. അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണല്ലോ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും എല്ലാമായിട്ട് പരിശോധിച്ചുകൊണ്ട് CPIM മാതൃകാപരമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. തെറ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഇവിടെ തിരുത്തൽ പ്രക്രിയ ഉണ്ടാകുന്നില്ല. ലീഗ് ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിൽ ആ തിരുത്തൽ പ്രക്രിയ ജനങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ലീഗിനകത്തും ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്.